ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ അടുത്ത ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഇന്നലെ വേറെ ഇതിന്റെ സെയിം കളർ കുറച്ചും കൂടെ ഒരു ഡാർക്കർ ടോൺ ആണ് കേട്ടോ. ഇന്നലെ ഞാൻ വേറൊരു ബജറ്റ് ഫ്രണ്ട്ലി ഇട്ടായിരുന്നു. ഇത് കുറച്ചും കൂടെ തിക്ക് വർക്കാണ്, ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതും ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് ചെറിയ വർക്കാണ് ചെയ്തേക്കുന്നത്. ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് കാണിച്ചുതരാം. ഇതാണ് ഇതുപോലെയാണ് അതിന്റെ വർക്ക് വരുന്നത്. കണ്ടോ, ഭയങ്കര ചെറിയ ബീഡ്സ് ഇട്ടിട്ട്. ഡീപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോ. നമ്മള് ഒരേ ഫിനിഷിങ്ങിൽ ഇത് ചെയ്തേക്കുന്നത്. അപ്പം ലെങ്ത് 48 വരുന്നുണ്ട്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇത് ബുക്ക് ചെയ്തിട്ട് നമ്മൾ 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച്. എ ലൈൻ പാറ്റേൺ വിത്ത് പ്ലീറ്റ്സ് ഒക്കെ വരുമ്പോൾ 2550 450 ആ റേറ്റ് ആണ്. കാരണം നോർമലി നമ്മൾ സ്ലിറ്റിന് തന്നെ ഹാൻഡ് വർക്ക് വരുമ്പോൾ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം, നല്ലൊരു അടിപൊളി പാറ്റേൺ ആണ്, എ ലൈൻ പാറ്റേൺ ആണ്. അപ്പൊ എല്ലാവരും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ചെയ്യാനായിട്ട് പറഞ്ഞു. വിത്ത് ഹാൻഡ് വർക്കോടെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എങ്ങനെയും നമ്മൾ ഒരു സ്റ്റിച്ചിങ് കോസ്റ്റ് കഴിയുമ്പോൾ ഒരു 1000 എബോ എങ്ങനെയും പോകും. പക്ഷെ ഹാൻഡ് വർക്ക് ആകുമ്പോൾ 2000 എബോ ആണ് പോവാറ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എങ്ങനെയാ തോന്നണേ, ഇതിന്റെ ഒരു ഗസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനായിട്ട് ഇട്ടേക്കണ റേറ്റ് വന്നിട്ട് 1490 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇത്രയും ഫിനിഷിംഗിൽ ചെയ്ത് പ്ലീറ്റ്സ് ഉള്ള പാറ്റേൺ, എ ലൈൻ വിത്ത് ഈ ഹാൻഡ് വർക്ക്, ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി കളർ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതിന്റെ റേറ്റ് വരുന്നത് 1490 ആണ്. എന്നാലും നമ്മുടെ ഡിസൈൻസും ഡ്രസ്സും എല്ലാം ഇഷ്ടമാണ്. അപ്പൊ കുറച്ചൊരു ബജറ്റ് ഫ്രണ്ടിൽ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇത് വിത്ത് ഹാൻഡ് വർക്ക് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടായിരുന്നു എ ലൈൻ വിത്ത് യോക്കൊക്കെ വെച്ചിട്ടുള്ള പാറ്റേൺസ്. അപ്പൊ ഞാൻ ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്ന, അതായത് ഇതിന്റെ സ്റ്റിച്ചിങ് കോസ്റ്റ് തന്നെ നമുക്ക് അത്രയും ഫിനിഷിംഗിൽ ചെയ്യുന്ന പ്ലീറ്റ്സ് ഒക്കെ ഇട്ട പാറ്റേൺ ആണ്. ഇതിനകത്തോട്ട് കണ്ടു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മളിനകത്ത് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലോട്ട് വർക്ക് കൊടുത്തിട്ടില്ല. നല്ലൊരു സൂപ്പർ കളറാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇതിന്റെ ഒരു ബർഗണ്ടി ടോൺ ആണ് ഇതിന്റെ കളർ വരുന്നത്. ഇതുപോലെ വീഡിയോയിൽ കുറച്ചൊരു ഡള്ളായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പം ഈ ഒരു പാറ്റേൺ ആണ്. ഇത് എ ലൈൻ ആണ്, 48 ലെങ്ത് ഉണ്ട്. 1490 പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന് റേറ്റ് ഇട്ടേക്കുന്നത്. അപ്പം ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് ഇതാണ്, 1490 പ്ലസ് ഷിപ്പിംഗിൽ നമ്മൾ അഫോർഡബിൾ ആയിട്ട് ഇതെല്ലാവർക്കും എടുക്കാൻ പറ്റിയിട്ടൊരു ഇതായിട്ട് ചെയ്തേക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ കളർ എന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്രീൻ ശരിക്കും പറഞ്ഞാൽ ഒരു പീകോക്ക് ഗ്രീനും കൂടെ അങ്ങനത്തെ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്. എക്സാക്ട് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ അല്ല, പക്ഷെ നല്ല സൂപ്പർ ഒരു കളറാണ്. ഒരു റയർ ഷെയ്ഡ്, എപ്പോഴും ഭയങ്കര ഡാർക്ക് ഗ്രീനും അങ്ങനെ കുറച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ എ ലൈൻ പാറ്റേണിലോട്ട് ചെയ്തിട്ട് പ്ലീറ്റ്സ് ഉള്ള പാറ്റേൺ ചെയ്തിട്ട് ഇത് നമുക്കിപ്പോ ഷോപ്പിൽ വന്ന് എടുത്ത എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ നല്ല സ്യൂട്ടായിട്ട് തോന്നി. എന്ന് വെച്ചാൽ നല്ല വണ്ണം കുറവിടെ ഒതുങ്ങിയൊക്കെ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ജോർജറ്റിലോട്ട്, അപ്പൊ എല്ലാം ക്രഷ്ഡ് ഓർഗൻസിലോട്ടാണ് നമ്മൾ അന്ന് ചെയ്തത്. അപ്പൊ ഞാൻ വെച്ചത് ജോർജറ്റിലോട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇതിന് 2-3 കളേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റിയ കളേഴ്സ് ഉണ്ട്. അതിലൊന്ന് റാണി പിങ്ക് ആണ്, പിന്നെ ഒരു ബർഗണ്ടി ടോൺ എന്ന് പറയുമ്പോൾ ഒരു കോഫി അങ്ങനെ മിക്സ് ആയിട്ടുള്ള ആ ഒരു ടോൺ ആണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഗ്രീൻ കളർ. അപ്പൊ ഇതിന്റെ ചിലപ്പോൾ കളർ വേരിയേഷനിലായിരിക്കും ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. കാണിയൊരു എക്സാക്ട് കളർ വീഡിയോയിൽ പക്ക അതുപോലെ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നുകിൽ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് അയച്ചുതരാം. അപ്പൊ അതിലെ കളർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇതുപോലെ നല്ലൊരു യോക്കിൽ ഇതേപോലെ നല്ല സിമ്പിൾ ആയിട്ടൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ, ഇതിന്റെ ഹെമ്മിങ് വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിന്റെ യോക്കിലോട്ട് ഇതേപോലെ ചെറിയ ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ക്രഷ്ഡ് ഓർഗൻസിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഇതുപോലെ 3/4 സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനക്ക് വെച്ചിട്ട് ഇതേപോലെ സിമ്പിൾ ഒരു പടി വെച്ച് നല്ല ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ഫംഗ്ഷനൊക്കെ വേറെ നല്ല അടിപൊളിയാണ്. 48 ലെങ്ത് ആണ് വരുന്നത്, ക്രേപ്പ് ലൈനിങ് ആണ്. അപ്പം ഈ ഒരു പാറ്റേൺ, അപ്പം ഞാൻ ഈ ഒരു പാറ്റേണിന്റെ റേറ്റ് ഇട്ടേക്കുന്നത് 2250 പ്ലസ് ഷിപ്പിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാൻഡ് വർക്ക് നോർമൽ സ്ലിറ്റിന്റെ തന്നെ ഒരു 2000 റേഞ്ച് ഒക്കെ വരും. ഹാൻഡ് വർക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്ന വർക്കാണ്. അപ്പം ഇതിപ്പം എ ലൈനിലോട്ടും ഇത്രയും പ്ലീറ്റ്സ് ഒക്കെ ഒരുപാട് നമ്മൾ ഓരോ പാറ്റേണും കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നിയാലും ഇതെല്ലാം ഈ പ്ലീറ്റ്സ് ഒക്കെ അത്രയും ടൈം എടുത്തിട്ട് എല്ലാം ചെയ്യുന്നവർക്കും കാണുന്നവർക്കും അറിയാം, അത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റിച്ചിങ് കോസ്റ്റ് തന്നെ നമുക്ക് വരും, പിന്നെ മെറ്റീരിയൽ കോസ്റ്റ്, പിന്നെ ഇത് ചെയ്തു വരുന്ന ഈ വർക്ക് എല്ലാം കൂടി ഞാൻ ഇട്ടേക്കുന്ന ഒരു റേറ്റ് 2250 ആണ്. കാരണം അതിനെക്കാട്ടിലും കുറച്ച് നമുക്ക് ഭയങ്കര ഒരു ഇതാവും. അപ്പൊ ഞാൻ അങ്ങനെ എല്ലാവരും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്മളിങ്ങനെ ചെയ്ത് വരുന്നതാണ് ഹാൻഡ് വർക്ക്. അപ്പം ഇതിന്റെ നമുക്ക് പക്ഷെ നമുക്കത് ചെയ്യണമെങ്കിൽ ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് വേണം ഇത് ചെയ്തു വരാനായിട്ട്.